സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോഴെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ഗോപിനാഥ് മുതുകാടിൻ്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ. അതൊക്കെ ഇങ്ങനെ ഓരോരോ ആൾക്കാർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത്, ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ചിരിച്ചുകൊണ്ടുള്ള മോട്ടിവേഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ക്യാമറയ്ക്ക് പിന്നിൽ ഒരാളുണ്ടെന്ന് ശിഹാബ് പറയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുവരെ ഈ മുതുകാട് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കെല്ലാം ദൈവമായിരുന്നു. അദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യുന്നു നമ്മൾ സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴേ ഇന്ന് രാവിലെ തന്നെ സീക്രട്ട് ഏജന്റ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുനാഥൻ, 13-ാം വയസ്സിലും മാജിക്കിൻ്റെ ബാലപാഠങ്ങൾ വരെ പറഞ്ഞു കൊടുത്ത ഗുരുനാഥൻ ആർ.കെ. എന്താ അദ്ദേഹത്തിൻ്റെ പേര്, ആർ.കെ. മലയത്ത് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടൊരു അഭിമുഖം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏകദേശം 8 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചു. നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുന്ന, എനിക്കുള്ള ഒരുപാട് അഭിമാനമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോക്ക്, പിന്നീട് അങ്ങോട്ടുള്ള പോക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അതായത് മറ്റുള്ള മജീഷ്യൻസിനെയൊക്കെ തേച്ചൊട്ടിച്ചുകൊണ്ട് തനിക്ക് ശേഷം പ്രളയമാണ്, ഇനിയൊരു മാജിക് ഇവിടെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മാജിക്കിൻ്റെ സകലമാന രഹസ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു എന്നുള്ളതാണ്. അതോടുകൂടി കേരളത്തിലുള്ള ഒരുപാട് മാജിക്കുകാർക്കുള്ള പണി പോയി. കേരളത്തിൽ ആരും വിളിക്കാതെയായി. അങ്ങനെ ഇദ്ദേഹം മറ്റൊരു മേഖലയിലേക്ക് തിരിയുകയും ചെയ്തു. അങ്ങനെയാണ് ഇദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനമായിട്ടും മാജിക്കുകാരെ പുനരധിവാസം എന്ന് പറയുന്ന പ്രവർത്തനമൊക്കെ ആയിട്ടൊക്കെ, പിന്നെ ഇദ്ദേഹം TV-യിൽ റിയാലിറ്റി ഷോയിലൊക്കെ പോയിരുന്ന നല്ല പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ഒരു ഹോബി തന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല ഒരുപാട് നല്ല പവർ ഇദ്ദേഹത്തിനുണ്ട്. പൊളിറ്റിക്കലായിട്ടുണ്ട്, അതുപോലെ മറ്റു പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും തുറന്നു പറയാൻ ഒന്നും തയ്യാറാവില്ല. അതാണ് ഷിയാബ് പറയുന്നത്. ഷിയാബ് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അവിടുന്ന്. ഷിയാബ് ഇത്രമാത്രം പേടിക്കണമെങ്കിൽ ശരിക്കും വീഡിയോ ചെയ്യുന്ന നമ്മൾ വരെ പേടിക്കണമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഹാൻഡ് അത്രത്തോളം ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ വാർത്തയാക്കുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഇപ്പോഴും ദൈവത്തെ പോലെ ആരാധിക്കുന്ന കുറേ ടീമുകളുണ്ട്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടികളാണ്. അതായത് അവിടെയുള്ള ചില ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കുറേ ശിങ്കിടികൾ അവരാണ്. പിന്നെ അവരെ കൊണ്ടാണ് ഈ മറുനാടനൊക്കെ ഇൻ്റർവ്യൂ എടുത്തത്. 9 ലക്ഷം കിട്ടുന്നുണ്ട്, വിദേശത്ത് പോയി എന്നൊക്കെ പറയുന്നത്. ഇത് പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹം മാജിക്കൊക്കെ നിർത്തി, മാജിക്കൊക്കെ മാറിയതിന് ശേഷം ഇദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് തിരിയാനുണ്ടായ കാരണം ഈ ഒരു ആർ.കെ. മലയത്ത് എന്ന് പറയുന്ന അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്തൊരു ബില്ല് വന്നിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം മനസ്സിലായി പൈസ അവിടുന്ന് വരും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് മാറിയത്. അതുപോലെ തന്നെ ഇദ്ദേഹം 10-14 വയസ്സുവരെ അമ്മമാരോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ നിന്ന് നോക്കിയ കുട്ടികളെ മാത്രം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവരികയും അവരെ ട്രെയിൻ ചെയ്തിട്ട് അതിൽ നിന്നും മിടുക്കരായവരെ വിദേശത്തേക്ക് കൊണ്ടുപോയി അവരെ പ്രദർശിപ്പിക്കുക. അതുപോലെ തന്നെ ഇതാണ് അവരുടെ കഴിവുകൾ എന്ന് പറഞ്ഞ് അവരെ പാട്ട് പാടിച്ചിട്ടും ഒക്കെ നല്ല ഫണ്ട് ഇദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ്. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് അതിശയമാണ് നമുക്ക് തോന്നുന്നത്. ഈ 10-20 വർഷമായിട്ട് ഈ മനുഷ്യൻ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഈ കണ്ണടച്ച് ഇദ്ദേഹത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പങ്കുണ്ട്. കാരണം എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. എല്ലാവരെയും ഭീഷണിപ്പെടുത്തി എൻ്റെ ഔദാര്യമാണ് നിങ്ങളുടെ ജീവിതം, അല്ലെ ഒരു ബിസ്ക്കറ്റ് പോലും ഞാൻ തരുന്നതാണ്, ഇല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഞാൻ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ നാളെ ഉണ്ടാവില്ല ഷിയാബ് എന്ന് വരെ പറഞ്ഞ് ഷിയാബിനെ പോലെയുള്ളവരെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഷിയാബിനൊക്കെ ഇത്രത്തോളം ഭയം തോന്നിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവിടെയുള്ള എല്ലാ അമ്മമാർക്കും നല്ല ഭയമുണ്ട്. അതുകൊണ്ടല്ലേ ഇവരൊന്നും ഇത് പുറത്തു പറയാത്തത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ യൂസഫ് അലി കൊടുക്കാമെന്ന് പറഞ്ഞ 1 കോടി രൂപ രണ്ടാമതൊന്നുകൂടി ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് അമ്മമാർ ഈ കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ഒരുപാട് അമ്മമാരുണ്ട്. ഇദ്ദേഹം കുറച്ച് ആൾക്കാരെ, ഏകദേശം ഒരു 10-40 ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഞാനാണ് ഇവരുടെയൊക്കെ രക്ഷകർത്താവ്, ഇല്ലെങ്കിൽ ഞാനാണ് ഇവരെയൊക്കെ ഇങ്ങനെ ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹമുള്ള ഫണ്ടുകളും മറ്റേ ഈ ആനുകൂല്യങ്ങളും മുഴുവനായിട്ട് ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുകയാണ്. ഇദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞു സ്വന്തം വീട് വരെ വിറ്റു. അതുപോലെ തന്നെ ഇദ്ദേഹം കർഷകനായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എസ്റ്റേറ്റൊക്കെയുള്ള വലിയ കുടുംബമാണ്.
അതായത് പാരമ്പര്യമായിട്ട് നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള കുടുംബമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ കന്നുകൂട്ടാനൊക്കെ പോകാറുണ്ട്. അത് അന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ആ സീക്രട്ട് ഏജൻറ്റുമായിട്ടുള്ള ഒരു മണിക്കൂർ അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം, കാരണം ഈ ഗുരുനിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക, ക്രൈമിൽ ഇദ്ദേഹത്തെ പറ്റിയൊരു മോശമായൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ ആ മോശമായ വാർത്തയിൽ ഒരു 2000-ലാണ് അത് വന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഗുരുനാഥനാണെന്ന് പറയുകയും ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുകയും അങ്ങനെ അത് പിന്നീട് അതിൻ്റെ FIR റദ്ദാക്കാൻ ഹൈക്കോടതിയിലെല്ലാം പോകേണ്ടി വന്നു എന്നാണ് ഈ ഗുരുനാഥൻ പറയുന്നത്. അതുപോലെ ഗുരുനാഥൻ്റെ പലതരത്തിൽ ഗുരുനാഥൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത രഹസ്യം എനിക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൻ്റെ മാനേജറായിട്ടും PRO ആയിട്ടൊക്കെ പ്രവർത്തിച്ച ഒരു സഹോദരിയുണ്ട്. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇവൻ്റെ ഈ സ്വഭാവങ്ങൾ പണത്തോടുള്ള ആർത്തി, അതാണ് ഏറ്റവും വലിയൊരു ഇത്. പിന്നെ എവിടെന്നെങ്കിലും മാജിക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇവൻ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക, എന്നിട്ട് അതിന് ശേഷം പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് വെട്ടി തുറന്ന് പറയുക, ഇതിൻ്റെ രഹസ്യ സ്വഭാവങ്ങളൊക്കെ അങ്ങ് അഴിച്ചു വിടുക. അങ്ങനെയുള്ള ഒരുപാട് ഹോബികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റും ഒരു മജീഷ്യന്മാരും വേണ്ട, തനി അസൂയയും കുശുമ്പും ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കുളിര് കോരി ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴോ ആലോചിക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നല്ലോ, എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഇനിയും ഇതുപോലെയുള്ള കള്ളനാണയങ്ങൾ എവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് ആർക്കും അറിയില്ല. ഒരുപാട് കള്ളനാണയങ്ങൾ ഉണ്ടാവാം. ഇനിയും ഒരുപാട് കള്ളനാണയങ്ങളേക്ക് പുറത്തു കൊണ്ടുവരാനുണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള. ഇനി പിന്നെ എന്താ പറയേണ്ടത്, ഇതിൻ്റെ മറവിൽ ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മറവിൽ മുതലെടുക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒന്നുകൂടി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റു പല കേസുകൾ വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ അന്ന് 2000-ൽ ആ ഒരു ക്രൈമിൽ കൊടുത്ത ഒരു പിന്നെ കവർ ചിത്രം, അതിനെതിരെ ഇദ്ദേഹം വല്ല കേസിന് പോവുകയോ ഇല്ലെങ്കിൽ വല്ല നഷ്ടപരിഹാരത്തിന് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ അതിലെന്തെങ്കിലും തെളിവുകൾ ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, ഈ ക്രൈമിൻ്റെ ആളുടെ കയ്യിൽ. അതുകൊണ്ടായിരിക്കാം, അത് പുറത്തുവിടും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ഇദ്ദേഹം ചിലപ്പോൾ ഇത് പിന്നെ എന്താ പറയേണ്ടത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുക തന്നെ വേണം. ഇപ്പോഴും മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ RK മലയത്ത് അദ്ദേഹവുമായിട്ടുള്ള പൂർണ്ണ അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. കാരണം അദ്ദേഹത്തിന് അറിയുന്നത് പോലെ മറ്റൊരാൾക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ ഒരു മനുഷ്യൻ 8 വർഷത്തോളം നന്ന ചെറുപ്പത്തിൽ 13 വയസ്സിൽ വന്നതാണ്. മിടുക്കനായ ഒരു ശിഷ്യനാണ്. അതിലൊക്കെ അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് ഏറ്റവും മിടുക്കൻ. അതാണ് അവസാനം ഇതിൻ്റെ കൂലി ചോദിച്ചപ്പോഴാണ് ഓടിയത് എന്നും പറയുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ പിന്നെ അതിര് കടന്ന് 3000 രൂപയോളം ഇദ്ദേഹം അന്നൊരു പ്രോഗ്രാമിന് വാങ്ങിക്കുമ്പോൾ വീണ്ടും പഠിക്കാൻ വന്നപ്പോൾ എനിക്കതിൻ്റെ ഫീസ് ഒരു 1500 വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മുങ്ങിയൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ശിഷ്യനാണ്, ഗുരുവിനെ ശരിക്കും തേച്ചൊട്ടിച്ചു പോയൊരു ശിഷ്യൻ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.